മനസാക്ഷിയുള്ളവരെ ഞെട്ടിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ നടന്നിട്ടുള്ളത്. വീടെന്ന് പോലും പറയാൻ കഴിയാത്തത്രയും ചെറിയ ഒരു കൂരയിൽ താമസിക്കുന്ന ഒരു കുടുംബത്തെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള നിയമ നടപടിയുമായി കൊണ്ടാണ് നിയമപാലകർ അവിടേക്ക് എത്തിയത്. ചോറ് ഉണ്ട് കഴിയുന്നത് വരെയുള്ള സാവകാശം പോലും നൽകാതെ കുപ്പായത്തിന് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് പിടിച്ചു വലിക്കുകയായിരുന്നു പോലീസ് ചെയ്തത് എന്നാണ് മകൻ പറയുന്നത്. അവരെ അവിടെ നിന്ന് ഓടിക്കാൻ, ആ നിയമ നടപടി നീട്ടിവെക്കാൻ ഉള്ള ഒരു സമ്മർദ്ദം എന്നുള്ള നിലയിൽ പെട്രോൾ ഒഴിച്ച് ഭീഷണിപ്പെടുത്തി. പക്ഷേ പിന്നീട് പോലീസുകാരൻ്റെ കൈതട്ടി, ബോധപൂർവമാണോ അല്ലയോ എന്നത് ഇനിയും കണ്ടെത്തിയിട്ട് വേണം, കൈതട്ടി തീ ആളിപ്പടർന്ന് 2 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണം നടന്നു എന്നാണ് നാം പറയാറുള്ളത്. ആർക്കാണ് കേരളത്തിൽ ഭൂമി ലഭിച്ചത് എന്ന് ചരിത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കറിയാം, ഇന്നും നമ്മുടെ നാട്ടിലെ ദലിതരായ ആളുകൾ, അതുപോലെ തന്നെ മറ്റ് പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾ, അവർ ഭൂമി പ്രശ്നത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ട് കഴിയുകയാണ്. ഏക്കറുകളല്ല, 10,000-കണക്കിന് ഏക്കർ ഭൂമി സർക്കാരിൻ്റേത് വളരെ അന്യായമായി കൈവശം വെച്ചിട്ടുള്ള കുത്തക കമ്പനികൾ കേരളത്തിലുണ്ട്. ആ കമ്പനികൾ അവരിൽ നിന്ന് പാട്ടകാലാവധി കഴിഞ്ഞതും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള സർക്കാരിൻ്റെ ഭൂമി കൈവശം വെച്ചിട്ടുള്ള കുത്തക കമ്പനികളെ അവരിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ ആർജവമുള്ള ഒരു സർക്കാർ വരുന്നത് വരെ ഇത്തരത്തിലുള്ള മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളം യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് മുന്നിൽ മറ്റെല്ലാം നിർത്തിവെച്ച് കേരളത്തിലെ ഭൂമി പ്രശ്നം ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി ലഭ്യമാക്കുവാൻ ആവശ്യമായിട്ടുള്ള, മനുഷ്യൻ്റെ മൗലികാവകാശമായിട്ടുള്ള പാർപ്പിട സൗകര്യം ലഭ്യമാക്കുവാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ചെയ്യേണ്ടത്. കേരളത്തിന് ഒരു പ്രതിപക്ഷമുണ്ട് എന്ന് തെളിയിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഇത്. നമുക്കറിയാം, ആ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട, അതിനേക്കാൾ ഭംഗിയായി പറഞ്ഞാൽ ഭൂസമരമാർഗത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള ആ 2 മനുഷ്യരുടെ, ആ ദമ്പതികളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്നത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു പ്രതിപക്ഷമോ ഭരണപക്ഷമോ നമുക്ക് ആവശ്യമില്ല. ഏതെങ്കിലും ഉദാരമതിയായ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലബിന്, അതല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടായ്മക്ക് സാധിക്കുന്ന വളരെ ചെറിയ ഒരു ആവശ്യമാണ് അത്. അതുകൊണ്ട് ആ കുടുംബത്തിനൊരു വീടാവും എന്നത് നേരാണ്. എന്നാൽ അതല്ല കേരളം കാണിക്കേണ്ടുന്ന ഈ സന്ദർഭത്തിലെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ കുടുംബത്തിന് ഒരു വീട് വെക്കുക എന്നത്, ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യമാണ്. അത് പക്ഷേ ചെറിയ ഒരു കാര്യം മാത്രമാണ്. അത് നിർവഹിച്ചു കൊള്ളട്ടെ. അതോടൊപ്പം കേരളത്തിലെ ഭൂപ്രശ്നം അനുഭവിക്കുന്നവരെ ഈ ഒരു സന്ദർഭത്തിൽ അഭിമുഖീകരിക്കുവാനും ആ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് വളരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷം അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും രംഗത്തിറങ്ങുകയും കേരളത്തിലെ ഈ പ്രശ്നത്തിൻ്റെ മാർഗത്തിൽ വലിയ പ്രക്ഷോഭം നടത്തുകയുമാണ് വേണ്ടത്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന് ഭൂമി നൽകും എന്ന് ഒരു വാഗ്ദാനം നടത്തുകയല്ല വേണ്ടത്. കേരളത്തിൽ ഇതുപോലെ ആയിരക്കണക്കായിട്ടുള്ള, തലചായ്ക്കാൻ ഇടമില്ലാത്ത, മരണപ്പെട്ടാൽ അവരുടെ ശവസംസ്കാരത്തിന് പോലും ഒരുപിടി മണ്ണില്ലാത്ത ആളുകൾക്ക് ഭൂമി നൽകുവാനുള്ള ആർജവം കാണിക്കുക, അവരുടെ പക്ഷത്ത് നിൽക്കുക എന്നതാണ്. കുത്തകക്കാരൻ്റെ മുന്നിൽ വരുമ്പോൾ ഈ നിയമ നിർമ്മാണവും ഈ നിയമം പാലനവും ഒന്നും നാം കാണുന്നില്ല. അവരുടെ മുന്നിൽ പോയി അവർ പിടിച്ചടക്കിയിട്ടുള്ള ഭൂമിയെ തിരിച്ചു പിടിക്കാൻ ഉള്ള ആർജവം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതുപോലെ 2 സെൻറ്റ് 3 സെൻറ്റിൽ പുറമ്പോക്കിൽ താമസിക്കുന്നവരുടെ നേരെയാണ് ഈ മുഷ്ടി ചുരുട്ടലും ഇതുപോലെയുള്ള വലിയ ആക്രമണ പ്രവർത്തനങ്ങളും നടത്തുന്നത്. നാം കാണുകയുണ്ടായി ആ തീ ആളിപ്പടരുന്നതിൻ്റെ ദൃശ്യങ്ങൾ. അതിനുശേഷം ആ പിതാവിൻ്റെ ശവശരീരം മറമാടുന്നതിന് വേണ്ടി ഒരു ചെറിയ മകൻ, അവൻ തൂമ്പയെടുത്ത് കുഴി വെട്ടുകയാണ്. ആ കുഴി വെട്ടുന്നതിനെ തടയാനാണ് നിയമപാലകൻ പോകുന്നത്. അപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് ഇനി അമ്മ മാത്രമേ ഉള്ളൂ എന്ന്. ആ കുഴിയെടുക്കുന്ന സമയത്ത് അമ്മ മരണപ്പെട്ടിട്ടില്ല. അമ്മ അതിഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുമ്പോഴാണ് അച്ഛൻ്റെ മൃതശരീരം അടക്കാൻ വേണ്ടി മകൻ കുഴിവെട്ടുന്നത്. ഒറ്റയ്ക്ക് കുഴിവെട്ടിക്കൊണ്ടിരിക്കുന്ന മകൻ പോലീസുകാരുടെ കൂടി നിന്ന ആളുകളോട് പറയുന്നുണ്ട്, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന്. ധിക്കാരിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോൾ പറയുന്നത്, അതിന് ഞാനെന്തു വേണം എന്നാണ്. ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഉദ്യോഗ തലത്തിൽ നിലനിൽക്കുന്ന ധാർഷ്ട്യത്തെയും അഹങ്കാരത്തെയും വ്യക്തമാക്കുന്ന അതിൻ്റെ പ്രതീകമാണ്.
സർക്കാർ വേണ്ടത് ഇതിന് കാരണക്കാരായിട്ടുള്ള, ഈ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വളരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും അത് ലോകത്തിനു മുമ്പിൽ പരസ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴേക്കും പോലീസിൻ്റെ ആത്മവീര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുവാൻ മന്ത്രിമാർ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവുന്നത്. യഥാർത്ഥത്തിൽ അതിനെന്ത് വേണമെന്ന് ചോദിച്ച, ദാർഢ്യം കാണിച്ച, ധിക്കാരം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥന് വളരെ കൃത്യമായിട്ടുള്ള നടപടി കൊണ്ട് മറുപടി പറയാൻ സാധിക്കണം. അത് മാതൃകയായിരിക്കണം. ഇത്തരത്തിലുള്ള നിയമം നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല, അവശരായ ആളുകൾ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നതിന് കൃത്യമായ ഒരു സന്ദേശം നൽകാൻ സാധിക്കണം. ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ട് എന്ന് മുമ്പ് പറഞ്ഞത് നമുക്കറിയാം. എന്നാൽ ഓരോ ജീവിതവും ഓരോ ഫയലുകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനഭിമുഖീകരിക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ചെയ്യേണ്ടത്. കേരളത്തിലെ തലചായ്ക്കാൻ ഇടമില്ലാത്ത, പാർപ്പിടമില്ലാത്ത അനേകായിരങ്ങൾക്ക് ഭൂമി നൽകുക എന്നതാണ്. അതിനപ്പുറം PR വർക്കുകളെ കൊണ്ട്, ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കുതന്ത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത്. ഇതൊരു വലിയ ശക്തമായ സമരമായി രംഗത്ത് വരണം, അതിനുള്ള പ്രചോദനമാകണം. തീർച്ചയായും സ്വത്തിനു വേണ്ടി, ജീവന് വേണ്ടി സമരം ചെയ്യുന്നത്, ആ മാർഗത്തിൽ കൊല്ലപ്പെടുന്നത്, ആ മാർഗത്തിൽ മരണപ്പെടുന്നത് രക്തസാക്ഷ്യമാണ് എന്നതുകൊണ്ട് തീർച്ചയായും നെയ്യാറ്റിൻകരയിലെ ധീര രക്തസാക്ഷികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹം.